പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ? ചിക്കൻ ലിവർ കാണുന്നില്ല അല്ലേ? ഇത് പണ്ട് എനിക്കിതിപ്പോൾ ഓർമ്മ വരുന്നേ, ഇതില്ലേ, നമുക്ക് ഒരു അരോണ മത്സ്യം ഉണ്ടായിന് ഒരു 5-6 വർഷം മുമ്പ്. അപ്പോൾ അതിന് ചെറിയ മീനല്ല, ഞാനൊരു വീഡിയോ അതിന് മുമ്പേ ഇട്ടിന്, നിങ്ങൾ കണ്ടില്ലോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ വീഡിയോയിൽ അതിനെന്താ പറയുക, ഭക്ഷണം കൊടുക്കണ്ടേ, ചെറിയ മീന ഗപ്പിയില്ലേ, അത് കൊണ്ടുവന്നിട്ട് ആദ്യം എനിക്കൊന്നും അറിഞ്ഞില്ല. കൊണ്ടുവരും ഒരു കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് അരോണ മത്സ്യത്തിലേക്ക് ആ ബോക്സിലേക്ക് ഫിഷ് ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ആർത്തിയോടെ വന്നിട്ട് എല്ലാറ്റിനെയും പിടിച്ചിട്ട് ഒതുങ്ങും. പക്ഷെ പിന്നെ എനിക്ക് സങ്കടമായി. എന്താ പറയുക, അരോണ മത്സ്യത്തിനെ ഞാൻ പൊന്നുപോലെ വളർത്തുന്നു. ആ ചെറിയ മീനിൻ്റെ വെപ്രാളം കണ്ടിട്ട് എനിക്ക് വിഷമായി. പിന്നെ ഞാനത് കൊടുത്തില്ല. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ പരിധി അതിന് വേറെന്ത് ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ കണ്ടു ചിക്കൻ ലിവറും ഇത് കൊടുക്കണമെന്ന്. അപ്പോൾ മാർക്കറ്റിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ അടുത്തുനിന്ന് രാവിലെ ഹസ്ബൻഡ് നടക്കാൻ പോകുമ്പോൾ ഇത് വാങ്ങിയിട്ട് വരും. ഒരു ഷോപ്പ്, അറിയുന്നൊരു ഷോപ്പുണ്ട്. അതിനുശേഷം ഒരു 4-5 ഇപ്പോഴും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചിക്കൻ ലിവർ വേണ്ടേ അരോണ മത്സ്യത്തിന് കൊടുക്കാൻ. അങ്ങനെ പിന്നെ അത് ഞങ്ങൾ മേടിച്ചു കൊടുത്തോണ്ടായി. മീൻ കൊടുത്തില്ല, മറിഞ്ഞുപോയി, വെള്ളം ഏക്കെല്ലാം മറിഞ്ഞു. അപ്പോൾ അത് കൊടുത്തോണ്ടായിന്, അവരും ചോദിച്ചോണ്ടായിരുന്നല്ലോ. പിന്നെ അതില്ലേ, ഇതെല്ലാം തിന്നിട്ട് അത് പെട്ടെന്ന് വളർന്നു. ടാങ്ക് വലിയ ടാങ്ക് തന്നെ, പക്ഷേ അതിൽ നിറഞ്ഞ് കവിഞ്ഞു. അത്രക്കായി എൻ്റെ വാലെല്ലാം മുട്ടാൻ തുടങ്ങി. പിന്നെ ഹസ്ബൻഡ് ഇത് രാവിലെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ അത് ഇങ്ങനെ തുള്ളാൻ തുടങ്ങും. ഞാനിങ്ങനെ പീസാക്കിയിട്ട് വരുമ്പോഴേ ഇങ്ങനെ ആകാശം. അപ്പോൾ അടപ്പ് ഇങ്ങനെ തുറന്നിട്ടാണ് ഞാൻ അത് അതിലത്തേക്ക് ഇടണ്ടേ. ഒരു ദിവസം ഞാനിങ്ങനെ അതിലത്തേക്ക് ഇടുമ്പോൾ അതെന്നെ കൈ വേദനിപ്പിച്ചില്ല, സ്നേഹത്തോടെ തന്നെ. വളർത്തുമൃഗങ്ങളൊന്നും നമ്മളെ വേദനിപ്പിക്കില്ലല്ലോ. പിന്നെ എനിക്ക് പേടിയാണ്, അത് അത്രയ്ക്ക് ഉണ്ട്. പിന്നെ ടാങ്ക് അതിനായിട്ടും വലുത് വേണമെന്ന് പറഞ്ഞു. അതിനായിട്ടും വലുത് വെക്കേണ്ട സൗകര്യം അവിടെ ഇല്ല, വാടക വീട് ഒടുക്കം. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഞാൻ എന്ത് പറയുമ്പോഴും അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചില്ലിന് ഗ്ലാസ്സിന് വന്നിട്ട് നിൽക്കും. പിന്നെ ഞാൻ ആ വാങ്ങിയെടുത്തുനിന്ന് തന്നെ കാഞ്ഞങ്ങാട് അരോണ ഫിഷ് ഉണ്ടായിട്ടില്ല ഏടെ അക്വേറിയത്തിൽ എനിക്ക് വേണ്ടിയിട്ട് വരുത്തിച്ചാണ്. ഞാൻ അയാളെ വരുത്തിച്ചു, ആ ഷോപ്പിൻ്റെ ഉടമേനെ ഞാൻ വരുത്തിച്ച്. ഞാൻ പറഞ്ഞു, എനിക്കിനി പൈസയൊന്നും വേണ്ട, നിങ്ങൾ ഇതിനെ കൊണ്ടുപോയിട്ട് വളർത്തുന്നു. ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് അങ്ങനെ വെക്കി പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആർക്കും വിറ്റാലും അരോണ മത്സ്യത്തിന് ആരും കൊല്ലില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ, അത് വാസ്തുപരമായിട്ട് നല്ലതെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് എന്നെ യാത്രയാക്കിയത്. ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് പോയില്ല. പക്ഷേ അപ്പോൾ എനിക്ക് ഫേസ്ബുക്കും യൂട്യൂബൊന്നും ഇല്ല. കുറേ വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ. പക്ഷെ ഇപ്പോൾ ഒരു സങ്കടം, അതൊന്നും ഇപ്പോൾ എനിക്ക് എടുക്കാൻ കിട്ടുന്നില്ല. ആ പഴയ മൊബൈലാണ്, അതൊക്കെ എടുക്കാൻ കിട്ടുന്നില്ല. ഞാനും അതും തമ്മിലുള്ള ബന്ധം കുറേ ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഞാൻ കരയുന്നതും അത് അതിനോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഒന്നും വേണ്ട, ആ ബോക്സോടെ എടുത്തിട്ട് പോവാൻ. ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിനെന്നെ ഓർമ്മ വരുന്ന സങ്കടവും ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറാക്കി, തട്ടിക്കൂട്ട് നെയ്ച്ചോറാക്കി. കുറേ ചോറാകുമ്പോൾ കുറേ കറിയെല്ലാം വെക്കാൻ കുറേ പണിയുണ്ട്. അത് ഞാനിത് ചെയ്യുന്ന കുറേ ആയി, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇതാക്കുമ്പോൾ എനിക്ക് ഇത് മുറിക്കുമ്പോൾ എനിക്ക് അരോണേനെ ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, എല്ലാം മുറിച്ചിട്ടു. ചിക്കന് വേണ്ടതിനെല്ലാം ഞാൻ എടുത്തു. പിന്നെ മസാല പെരക്കിയിട്ട് കറി വെക്കണം. വീഡിയോ ആയിട്ടാകുമ്പോൾ ഞാൻ ഇടാം. ഇപ്പം എനിക്ക് ലൈക്കും കമൻറ്റെല്ലാം കുറവെന്ന് തോന്നുന്നു. ഞാനൊന്നും ഇടുന്നില്ല അധികം. ശുഭദിനവും ശുഭരാത്രി ഇടുന്നു. അതുകൊണ്ട് എനിക്കൊരു സംശയം, ആരും എന്നെ കാണുന്നില്ലേന്ന്. നിങ്ങൾ കണ്ടാലിടാതിരിക്കില്ല, നിങ്ങൾ എന്നെ കാണുന്നില്ലേന്ന് എനിക്കൊരു സംശയം. എല്ലാവരും കണ്ടാലിടണം. ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും, എഴുതാനെല്ലാം തുടങ്ങും. എഴുത്തിൽ ഓടിയിട്ടല്ലേ ഞാൻ വന്നേ. അപ്പം ഞാനിത് കറി വെക്കട്ടെ. 1 മണിയായില്ലേ.
കറി ആയ ഹസ്ബൻഡ് 4 മണിക്ക് ചോറ് കഴിക്കാൻ വരും. ഇപ്പോൾ കറി ആയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിളിക്കും എത്തി അറിഞ്ഞിട്ട് പാൽ ചോർക്കാൻ വേണ്ടി ചെറിയ കറി വെക്കിട്ട് ആരോണ മത്സ്യത്തിന് ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വേഗം പോയിട്ട് മൊബൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ എടുത്തത്.